പി കെ ശശിക്കെതിരെ മുദ്രാവാക്യവുമായി പാലക്കാട് മണ്ണാർക്കാട് CPIM പ്രകടനം. കള്ളന്മാരുടെ കൂടാരത്തെ വെള്ളയടിക്കാൻ ശ്രമിക്കുന്ന ബിലാൽ എന്ന് പരിഹാസം. ഓർത്തുകളിച്ചോ സൂക്ഷിച്ചോ എന്ന് മുദ്രാവാക്യം. കള്ളന്മാരുടെ കൂടാരത്ത് വെള്ളയടിക്കും ബിലാല്, വെള്ളയടിക്കും ബിലാല്. ഓർത്തുകളിച്ചോ സൂക്ഷിച്ചോ, ഓർത്തുകളിച്ചോ സൂക്ഷിച്ചോ. CPIM പറയുന്നു. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്ന പി കെ ശശിയെ അവഗണിച്ച് മുന്നോട്ട് പോവുക എന്നതാണോ CPIM-ന്റെ ലൈൻ? ഈ പ്രകടനത്തിൽ വലിയ പങ്കാളിത്തമുണ്ടല്ലോ, നേതാക്കൾ ഉൾപ്പെടെ സാന്നിധ്യമുണ്ടായിരുന്നോ ഈ പ്രകടനത്തിൽ? CPIM-ന്റെ മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ നേതാക്കളുടെയും സാന്നിധ്യം ഇതിലുണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപാണ് മണ്ണാർക്കാട് ഇത്തരത്തിലൊരു പ്രകടനം നടന്നത്. CPIM-ന്റെ ജില്ലാ നേതൃത്വം അവഗണിച്ച് പി കെ ശശിയെ ഒരു ഘട്ടത്തിൽ പോലും പി കെ ശശി വിഷയത്തിൽ പ്രതികരണം നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് മണ്ണാർക്കാട് കഴിഞ്ഞ ദിവസം കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് എന്ന സിനിമാ സ്റ്റൈൽ ഡയലോഗിന്റെ അകമ്പടിയോടുകൂടി CPIM-ന്റെ നേതാവ്, ഡിവൈഎഫ്ഐ നേതാവ് ശ്രീരാജിനെ വിമർശിച്ചത്. അത് ശ്രീരാജ് തന്നെയാണ് ആ മുദ്രാവാക്യം വിളിക്കുന്നത് എന്നതാണ് ഏറ്റവും കൗതുകരം. കള്ളന്മാരുടെ കൂടാരത്തെ വെള്ളയടിക്കാൻ ശ്രമിക്കുന്ന ബിലാലെ എന്നാണ് പറയുന്നത്. താക്കീതല്ല, ഇത് വെല്ലുവിളി, ചവിട്ടിത്താഴ്ത്തും എന്നൊക്കെ ഈ മുദ്രാവാക്യത്തിലുണ്ട്. അതായത് ഒരു കാലത്ത് പി കെ ശശി പാലക്കാടും അതുപോലെ തന്നെ മണ്ണാർക്കാടിൻ്റെയും തമ്പുരാൻ എന്നായിരുന്നു CPIM നേതാക്കൾ വിശേഷിപ്പിച്ചിരുന്നത്. അതേ CPIM നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ മുദ്രാവാക്യം എതിരെ, പി കെ ശശിക്കെതിരെ ആദ്യമായി ഒരു മുദ്രാവാക്യവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തോതിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനയാണ് പി കെ ശശിയുടെ ഭാഗത്തുനിന്ന് വന്നത്. അതിനെതിരെ ഡിവൈഎഫ്ഐ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു. ശ്രീരാജ് മറുപടി നൽകി. ബിലാൽ പഴയ ബിലാലാണ്, പക്ഷേ മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല എന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടത്തിന്റെ ഒരു മറുപടി. എന്തായാലും നമ്മോടൊപ്പം എന്താ ഓക്കെ ശരി. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് പി കെ ശശിക്കെതിരെ CPIM-ന്റെ പ്രകടനം, അതും പാർട്ടി ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ടാണ് മണ്ണാർക്കാട് ഒരു ഭീഷണികൾ അല്ലെങ്കിൽ സമ്മർദ്ദമൊന്നും വിലപ്പോകില്ല എന്ന തരത്തിലുള്ള